സുഹൃത്തുക്കൾക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കുറ്റ്യാട്ടൂർ ശ്രീ കുറുമ്പക്കാവ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള രണ്ടാം ദിനമാണ്. ഗ്രാമങ്ങൾ മുഴുവൻ ഉണർന്നു കഴിഞ്ഞു ഈ നമ്മുടെ താലപ്പൊലിയുമായി ബന്ധപ്പെട്ട്. അതിനോടനുബന്ധിച്ച് ഇന്ന് കാവിൽ നടക്കുന്നത് കളവും ബലിയുമാണ്. അതായത് ദാരിക വധവും കളത്തിൽ പണം വെപ്പും കളം കുറിക്കൽ. അതായത് ദേവിയുടെ മുമ്പിൽ കളം കുറിച്ചതിന് ശേഷം എല്ലാവർക്കും ഇതിനും ധനപരമായും എല്ലാ രീതിയിലും നേട്ടമുണ്ടാകുന്ന രീതിയിലുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ദേവിയുടെ മുമ്പിലുള്ള കളത്തിൽ പണം വെപ്പാണ്. അതിനിടയിൽ നമ്മുടെ നിരവധി സുഹൃത്തുക്കൾ, നമ്മൾ കാവിൽ എല്ലാ വർഷവും കണ്ടുമുട്ടുന്നത് പോലെ നിരവധി സുഹൃത്തുക്കൾ അവിടെ വന്നു ചേരും. നിരവധി കുടുംബങ്ങൾ, അവരുടെ ബന്ധുക്കൾ, അങ്ങനെ എല്ലാ ആൾക്കാരും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാവിലെ ഈ 4 ദിവസത്തെ താലപ്പൊലിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. അതായത് നമ്മുടെ ഒരു ദേശീയ ഉത്സവം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രമാത്രം ഒരു നാട്, അത്ര നിലയൊരു മാനസികമായ ഒരു വലിയ ഉന്മേഷത്തിൻ്റെ ഒരു ഇതും കൂടിയാണ് ഇത്. കാവിലെ പാട്ടാണ്. താലപ്പൊലി കുറിച്ച അന്ന് തൊട്ട് താലപ്പൊലി, അതായത് ഈ ഉത്സവം തീരുന്ന അന്ന് വരെ ഈ പാട്ട് തുടർന്നുകൊണ്ടിരിക്കും. ഇതെൻ്റെ അച്ഛനാണ്. പഴയ ആൾക്കാർ കൈവിട്ട് കൊടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്ത ആ ഒരു രീതി ഇന്നും ഇതേപോലെ തുടർന്നു പോകുമ്പോൾ പുതിയ തലമുറ ഇത് എത്രമാത്രം ഇതൊക്കെ കണ്ട് പഠിച്ച് ഇതേപോലെ ഇത് ചെയ്യുന്നുള്ളത് വരും കാലങ്ങളിൽ വലിയ ചോദ്യചിഹ്നമായി നമുക്ക് തോന്നിയേക്കാം. കാരണം ഈ ഒരു ആൾക്കാർ വർഷങ്ങൾക്ക് മുൻപേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങിച്ച് അത് ഇപ്പം ഇതേ രീതിയിൽ ഒരു ഇതും ചോരാതെ സംരക്ഷിച്ചു പോകുന്നതിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഇന്നത്തെ ഇതിൽ വരുന്ന ദാരികാവധത്തിൽ വേതാളത്തിൻ്റെ തോറ്റവും അതിനുശേഷം വെള്ളാട്ടവും നടന്നു കഴിഞ്ഞ ശേഷം വേതാളം ഭഗവതിയുടെ പുറപ്പെടുന്നതിന് മുമ്പ് തമ്പുരാട്ടി അമ്മയുടെ കുളിച്ചെഴുന്നള്ളത്തും തിരുനൃത്തവും കളം മായ്ക്കലും ബലിപൂജയും ബലി കയ്യേൽക്കലും കഴിഞ്ഞതിന് ശേഷം ആണ് വേതാളം, അതായത് ദാരികൻ, അതായത് ഈ ഭൂമിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യനെ ഇല്ലാതാക്കുവാൻ വന്ന ആസുരീകമായ ഒരവസ്ഥയെ ഇല്ലായ്മ ചെയ്യുക, അതായത് ദാരിക സങ്കല്പം, അങ്ങനെ ഒരു ആസുരികമായ ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദേവി ഉടലെടുത്തു എന്ന്, അതായത് ഈ ഭൂമിയിൽ അവതരിച്ചു. അത് ഈയൊരു ഇതിലൂടെ ഇന്നത്തെ കാലത്തും, അതായത് ആ ഒരു സങ്കല്പം നിലവിൽ എത്രയോ ആൾക്കാർ ഈ ആസുരികമായ ഇതിൽ വർഷങ്ങൾക്ക് മുമ്പേ ആസുരികമായ ഇതിൽ ഇല്ലാതെ ആയ ഒരവസ്ഥ വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അവതാരങ്ങൾ ഇവിടെ അതായത് ഈ ഭൂമിയിൽ പിറവിയെടുത്തതാണ് ഈ ഒരു സനാതനമായ സംസ്കാരത്തിൻ്റെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ. അതായത് അത് ഏത് രീതിയിലും ഈ പ്രപഞ്ചത്തിൽ, അതായത് ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയൊക്കെയുള്ള സങ്കല്പം. ഇത് കളം മായ്ക്കൽ ചടങ്ങാണ് നടക്കുന്നത്. ഈ കളം മായ്ക്കൽ ചടങ്ങ് കഴിഞ്ഞാലാണ് വേതാളം ഭഗവതിയുടെ പുറപ്പാട്. ഇത് വേതാളം ഭഗവതിയുടെ പുറപ്പാടും തമ്പുരാട്ടിയും ഇതിലുള്ള ഇതാണ്. അതായത് ദാരികനെ വധിക്കുവാനുള്ള ആ ഒരിതിൽ വേതാളം ഭഗവതി തമ്പുരാട്ടിയെ സഹായിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ആസുരികമായ ആ ഒരു ജീവിതത്തെ അല്ലെങ്കിൽ ഒരു മനസ്സിനെ
ഭഗവതി ഇല്ലായ്മ ചെയ്തു, അതായത് വേതാളം ഭഗവതിയുടെ ഇതിലൂടെ തമ്പുരാട്ടി ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഏകദേശം ഒരു 2 മണി, രാത്രി 2 മണി ആ ഒരു സമയത്താണ് ഈ തെയ്യത്തിൻ്റെ പുറപ്പാട് നടക്കുന്നത്. അതായത് നന്മ എന്ന ആ ലക്ഷ്യമാണ് ഈ സനാതനമായ സംസ്കാരത്തിൽ ഉള്ളത് എന്ന് നമുക്കിതിൽ കൂടി മനസ്സിലാക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള എത്രയോ അവതാരങ്ങൾ ഈ ഒരു മണ്ണിൽ പിറവിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു കഴിഞ്ഞ് ഈ മൺമറഞ്ഞ ആൾക്കാർ പകർന്നു നൽകിയ ആ ഒരിതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൂടിച്ചേരലിനും ഇങ്ങനെയുള്ള ഈ ഒരു സങ്കല്പം ഇന്നും സംരക്ഷിച്ചു പോകാൻ വേണ്ടി ഉള്ള ആ ഒരു അതായത് അത് നൽകുന്ന സന്തോഷം, അതായത് ഒരു കൂട്ടായ്മ, അതൊരു സന്തോഷം എന്നുള്ളത് നമുക്ക് ഈ ഉത്സവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി